സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. മൂത്തകുന്നം SNM ട്രെയിനിംഗ് കോളേജിൽ ദീക്ഷാരം 2026 സംഘടിപ്പിച്ചു. മൂത്തകുന്നം SNM ട്രെയിനിംഗ് കോളേജിൽ 2026-28 അധ്യയന വർഷത്തെ B.Ed M.Ed വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവവും ഓറിയന്റേഷൻ പരിപാടിയുമായ ദീക്ഷാരം 2026 കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. പുതുതായി പ്രവേശനം നേടിയ B.Ed M.Ed വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ചായിരുന്നു പരിപാടി. ഡോക്ടർ സരിത VKയുടെ പ്രാർത്ഥനയോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജും B.Ed പ്രോഗ്രാം കോർഡിനേറ്ററും വിദ്യാർത്ഥി പ്രതിനിധികളും PTA വൈസ് പ്രസിഡന്റും അധ്യാപകരും ചേർന്ന് ദീപപ്രജ്വലനം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ബിസിനി PS മുഖ്യപ്രഭാഷണം നടത്തി. B.Ed പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സീജ KR സ്വാഗതം പറഞ്ഞു. വായന ദിന മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. M.Ed വിഭാഗം മേധാവി ഡോക്ടർ CK ശങ്കരൻ നായരും സ്റ്റാഫ് സെക്രട്ടറി പ്രൊഫസർ KS കൃഷ്ണകുമാറും ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് PTA ജനറൽ ബോഡിയുടെ ഈ വർഷത്തെ പ്രഥമ യോഗം, രക്ഷിതാക്കളുടെ സ്വയം പരിചയം, PTA പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് എന്നിവ നടന്നു. ആന്റി റാഗിംഗ് സെൽ ടീച്ചർ കോർഡിനേറ്റർ പ്രൊഫസർ ലയ AB ബോധവൽക്കരണ പ്രഭാഷണം നിർവഹിച്ചു. വളരെ പ്രഗത്ഭരായിട്ടുള്ള പരിചയസമ്പന്നരായിട്ടുള്ള അധ്യാപകരും നിങ്ങൾക്ക് പരിചയപ്പെടും. അത്തരത്തിലുള്ള ശിക്ഷണത്തിൽ നിങ്ങൾ അത് നേടുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ വലുതായിട്ടുള്ള ഒന്നാണ്. നിങ്ങളുടെ കഴിവുകൾ അത് പൂർണ്ണതോതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ്. അത് സാധീകരിക്കട്ടെ. അതെല്ലാ പിന്തുണകളും ഈശ്വരൻ നിങ്ങൾക്ക് നൽകട്ടെ എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ശരിക്കും വലിയ പുതിയ പാഠങ്ങളൊന്നുമില്ല B.Edന് പഠിക്കാനെന്നതാണ് സത്യം. കാരണം അത് മുഴുവനും നമ്മുടെയൊക്കെ ജീവിതം തന്നെയാണ്. നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്, കോളേജിൽ പോയിട്ടുണ്ട്. അവിടെ ലഭിച്ച അനുഭവങ്ങളും വീട്ടിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങളൊക്കെ കുറച്ച് സിദ്ധാന്തങ്ങളും കുറച്ച് പ്രാക്ടിക്കൽസൊക്കെ ആയിട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കാൻ എന്നുള്ള രീതിയിലുള്ള ചിന്ത ആവശ്യമില്ല. വളരെ ഒന്ന് ചിരിച്ചൂടെ, ബി ഹാപ്പി. ഇതൊരു സ്മൈലിംഗ് ക്യാമ്പസാണ്. നമ്മൾ ആരെ കണ്ടാലും ചിരിക്കണം. മുന്നിലൊരാൾ വരികയാണ്, അയാളുടെ കയ്യിൽ ചിരിയില്ലെങ്കിൽ നമ്മുടെ ഒരു ചിരി സ്വന്തമായിട്ടുള്ള അങ്ങോട്ട് കൊടുക്കുക, നഷ്ടമാവില്ല. ഇതിങ്ങനെ ഒരു ഓവർഫ്ലോ ചെയ്യുന്നൊരു സ്ഥാപനമാണ് ചിരി എന്നുള്ളതാണ്. 2015 മുതലാണ് 2 വർഷം B.Ed ആക്കിയ ശേഷം 2016 മുതൽ ഇവിടെ സീനിയേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സ് റാങ്ക് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ആദ്യത്തേത്, നിങ്ങൾക്കുള്ള ഉറപ്പാണ്. ഇവിടെ നിങ്ങൾ ആരും റാങ്ക് ചെയ്യില്ല. അത് നമ്മുടെ കുട്ടികൾ അധ്യാപകരായതുകൊണ്ട്, നല്ല കുട്ടികളായതുകൊണ്ട് മാത്രമൊന്നുമല്ല. നിങ്ങളിപ്പോൾ കടന്നു വന്നപ്പോൾ ഇവരിപ്പോൾ കുറച്ച് നേരത്തേക്ക് വന്നിരിക്കുന്നവരാണ്. ഇവരിനി തിരിച്ചു വരാൻ 3-4 മാസം കഴിയും. അപ്പോഴേക്കും നിങ്ങളിവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങൾ തിരിച്ച് അങ്ങോട്ടേക്ക് റാങ്ക് ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം. പക്ഷേ ഇനിയുള്ള 2 കാര്യത്തിൻ്റെ ഉറപ്പ് നിങ്ങളാണ് തരേണ്ടത്. അത് മറ്റൊന്നുമല്ല, അടുത്ത വർഷം നിങ്ങൾ സീനിയേഴ്സ് ആകുമ്പോൾ നിങ്ങൾ റാങ്ക് ചെയ്യും. നിരന്തരമായിട്ടുള്ള ഇവിടുത്തെ ജീവിതത്തിലൂടെ മാത്രമേ സാധിക്കൂ. എന്നിരുന്നാൽ പോലും ഈ 1 മണിക്കൂർ കൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് തരേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ സമയം അത്രമാത്രം വിലപ്പെട്ടതാണ്. അത് നിവർത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ്. അപ്പം നിങ്ങളിവിടെ വന്നു കയറുന്ന സമയത്ത് നേരെ തന്നെ കാണുന്ന ഗുരുദേവൻ്റെ ഫോട്ടോയുണ്ട്. അതിൻ്റെ മുകളിൽ ഈ സ്ഥാപനത്തിൻ്റെ മിഷൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പലരും അത് വായിച്ചിട്ടുണ്ടാവും. അവനവൻ ആത്മസുഖത്തിനാചരിപ്പവ അപരന് സുഖത്തിനായി വരയണം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവേ. ഈ 2 ശ്രീനാരായണ ഗുരു ദർശനങ്ങളും നമ്മുടെ സ്ഥാപനത്തിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളായി, അതല്ലെങ്കിൽ അവ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മാനേജ്മെൻറ്റും ഈ സ്ഥാപനവും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ ചെറുതായിട്ടെങ്കിലും ഈ നാടിൻ്റെ ചരിത്രം പുതിയത് തന്നെയാണ്, പുതിയ അനുഭവങ്ങളാണ്. അപ്പോൾ ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കുന്ന അനുഭവങ്ങൾ, ആയിരിക്കുന്ന അവസരങ്ങൾ എല്ലാം നന്നായിട്ട് അനുഭവിച്ച് അറിഞ്ഞ് സ്വായത്തമാക്കാനായിട്ടുള്ള ഒരവസരം കൂടെ നിങ്ങൾക്ക് വേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയാം, സോഷ്യലൈസിങ്, അസോസിയേറ്റിംഗ്, ഗവേണിംഗ് ആൻഡ് എക്സ്പീരിയൻസിങ്, ഈ 4 ഉദ്ദേശത്തോടു കൂടിയാണ് ദീക്ഷാരംഭ് എന്നുള്ളൊരു പരിപാടി UGC നമ്മൾക്ക് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത്.
ഈ കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഒരു സെഷനോടുകൂടെ നടത്താൻ സാധിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഇന്ന് ഇവിടെ നടക്കുന്നത് ദീക്ഷാരംഭിൻ്റെ ഉദ്ഘാടന കർമ്മമാണ്. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പല സെഷനുകളിലായിട്ട് പല പ്രോഗ്രാമുകളിലൂടെ നമുക്കിതെല്ലാം അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ഇന്ന് SNM ട്രെയിനിങ് കോളേജിൻ്റെ ദീക്ഷാരംഭ പ്രവർത്തനങ്ങൾക്കുള്ള ഉദ്ഘാടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ള ഒരു കർത്തവ്യമാണ്. ആദ്യമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ബിസ്നി ടീച്ചർ ഡോക്ടർ ബിസ്നി PS മാം ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ കോളേജിനെ കൊണ്ടു നടക്കുന്നുണ്ട്. ടീച്ചറുടെ ഒരു പിൻബലമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്തും ഞങ്ങളെ ഈ പ്രവർത്തനത്തിൽ അത്രയധികം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്. അപ്പോൾ ടീച്ചറെ ഈ സ്ഥാപനത്തിൻ്റെ പേരിലും ഉള്ള ഓരോരുത്തരുടെ പേരിലും എൻ്റെ ഹൃദയംഗമമായ നന്ദി അറിയിക്കുകയാണ്. IQSA കോർഡിനേറ്റർ ഡോക്ടർ ഹീര KS ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പറവൂർ.